കോൺഗ്രസ് നേതാവ് കെ.ജി. രവിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് യോഗം ചേർന്നു. കരുനാഗപ്പള്ളി ടൗൺ മണ്ഡലം കമ്മിറ്റിയാണ് അനുശോചനം സംഘടിപ്പിച്ചത്. കോൺഗ്രസ് നേതാവ് കെ.ജി. രവിയുടെ നിര്യാണത്തിൽ അനുശോചിച്ചാണ് കരുനാഗപ്പള്ളിയിൽ യോഗം ചേർന്നത്. ടൗൺ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുശോചനം. അനുശോചന സമ്മേളനം DCC പ്രസിഡന്റ് പി. രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. തിരിച്ച് വീട്ടിൽ വന്ന് കസേരയിൽ ഇരുന്ന് ഒരു അസ്വസ്ഥത തോന്നുന്നല്ലോ എന്ന് അവിടെ ഉള്ളവരോട് പറഞ്ഞു. ആശുപത്രിയിലേക്ക് പോയി, പോകുന്നതിന് മുമ്പ് മരിച്ചു. ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളാണ്. ആർക്ക് എന്ത് എപ്പോൾ സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. ചേട്ടൻ കടന്നു പോയിരിക്കുന്നു. ഒരുപാട് ഓർമ്മകൾ ഞാൻ സൂചിപ്പിച്ചല്ലോ. കർഷക കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലൊരു ക്യാമ്പ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് ക്യാമ്പ് ചെയ്തത്, നെല്ലിയാമ്പതി, ഏതെല്ലാം സ്ഥലങ്ങളിൽ അതിനൊക്കെ ഒരു നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നത് കെ.ജി. രവിയാണ്. അതങ്ങനെ ഉണ്ടല്ലോ, നമ്മളെല്ലാം നേതാക്കളാണ്, പക്ഷേ നമ്മളെല്ലാം പ്രവർത്തകരാണ്. പക്ഷേ നമുക്കെല്ലാവർക്കും മറ്റു ചിലർ ചെയ്യുന്നത് പോലെ ചെയ്യാൻ കഴിയുമോ? നമുക്ക് നമ്മുടേതായ ശരിയാണ്, നമ്മുടേതായ കഴിവാണ്. രവിചേട്ടൻ ഒരു നേതൃത്വപരമായ പങ്കുണ്ടായി. വയലാർ രവിയുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്ന ഒരു കാലഘട്ടം. പക്ഷേ VM സുധീരൻ ഇവിടെ വന്നിട്ട് പോയി. സുധീരനുമായി വലിയ അടുപ്പമായിരുന്നു. അക്കാദമിയുമായിട്ടുള്ള അടുപ്പം എനിക്ക് നേരിട്ടറിയാം. അങ്ങനെ കേരളത്തിലെ എല്ലാ നേതാക്കളുമായി കെ.ജിക്കുണ്ടായിരുന്നതാണ്. കാർഷിക ആശ്വാസ കമ്മീഷൻ അംഗമെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഉദാത്തമായ പ്രവർത്തനം. അനൂപ് അധ്യക്ഷത വഹിച്ചു. KC രാജൻ, MS ശൗക്കത്ത്, രാമഭദ്രൻ, ജഗജ്ജീവൻ ലാലി, താഷ്കന്റ് കാട്ടുശ്ശേരി, R ചന്ദ്രശേഖരൻ, മടത്തിനേത്ത് വിജയൻ, N സോമരാജൻ, K സുരേഷ് ബാബു, നജീബ് മണ്ണേൽ, BS വിനോദ, വരുണാലപ്പാട് തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസിൽ മാത്രമല്ല, രാഷ്ട്രീയ രംഗത്ത് ഇത്രത്തോളം അനുഭവ സമ്പത്തുള്ള ദീർഘമായ ഒരു കാലയളവിൽ പാർട്ടി പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള കെ.ജി. രവിയെ പോലെ നടത്തിയിട്ടുള്ള മറ്റൊരാളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതാണ്ടൊരു 7 ദശകമായി കാണും അദ്ദേഹം പൊതുരംഗത്ത് വന്നിട്ട്. KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും തുടക്കകാലത്ത് AK ആന്റണിയും വയലാർ രവിയും ഒക്കെ നേതൃത്വം നൽകിയ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൻ്റെ ഒരു പടയാളിയായിട്ടാണ് അദ്ദേഹം രംഗത്ത് വരുന്നത്. കരുനാഗപ്പള്ളി സ്കൂളിൽ ഞാൻ കെ.ജി. രവിയുമായിട്ട് പലപ്പോഴും സംസാരിച്ചിട്ടുള്ളപ്പോൾ അദ്ദേഹം തൻ്റെ ഏറ്റവും അടുത്ത 2 സഹപ്രവർത്തകർ ആ കാലത്ത് കരുനാഗപ്പള്ളി ഹൈസ്കൂളിൽ ജിന്നയും, കരിമ്പാലിൽ ജിന്നയും, അതുപോലെ തന്നെ നടേശനെ എനിക്ക് നേരിട്ട് പരിചയമില്ല. രവി കെ.ജി. പറഞ്ഞുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. കോഴിക്കോട്. ഇവർ 3 പേരാണ് ആ കാലത്ത് കരുനാഗപ്പള്ളി ഹൈസ്കൂളിൽ KSUവിൻ്റെ അന്ന് ഇവിടെയൊക്കെ KSU എന്ന പേര് ആയി തീർന്നിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. വിദ്യാർത്ഥി കോൺഗ്രസ് എന്നാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്. പിന്നീടാണ് അത് രൂപകരണം ഉണ്ടായി KSU ആയി വയലാർ രവിയുടെയും ജോർജ് തരകന്റെയും ഒക്കെ നേതൃത്വത്തിൽ KSU ആയി മാറിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.